ഷർട്ടിന് കോളർ പിടിപ്പിക്കാം കേട്ടോ. നെക്കിൻ്റെ അളവെടുത്ത് 2 മടക്കിയിട്ട് അതിൻ്റെ അളവെടുക്കുകയാണ്. കണ്ടോ, 8.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് 2ആയി മടക്കിയിട്ടിട്ട് 2ആയി മടക്കിയിട്ട് 8.5 ഇഞ്ച് നീളം എടുക്കുക. ഒരു 4 ഇഞ്ച് വീതി നമുക്ക് വേണം. 3.5 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. നല്ല വീതിയിലുള്ള കോളറാണ് വയ്ക്കുന്നത്. ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്തൊരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് മതി. 1.25 ഇഞ്ച് നമ്മളെടുത്ത് മാർക്ക് ചെയ്തിടുക. ആ നെക്കിൻ്റെ ഒരു ഷേപ്പും അതോടൊപ്പം തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. 1/2 ഇഞ്ച് എടുത്ത് നമുക്ക് ഇങ്ങനെ കർവ് പോലെ വരച്ചിടും. ഈ മുകളിലത്തെ കോളർ ഭാഗത്തിൻ്റെ കോണ് ഭാഗം വരച്ചു. 1/2 ഇഞ്ച് ഷേപ്പ് വരച്ചു. മുകളിലും 1/2 ഇഞ്ച്, താഴെയും 1/2 ഇഞ്ച് വരച്ചു കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മറ്റേ ഭാഗവും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. ക്യാൻവാസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് തുണിയിൽ അത് വെച്ച് അറ്റാച്ച് ചെയ്യണം. ആദ്യം നെക്ക് ഭാഗം അറ്റാച്ച് ചെയ്യണം. അതിന് മേലെ കൂടെ അടിച്ചു കൊടുക്കുകയാണ്. അയൺ ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യണത് കേട്ടോ. മറ്റേ ഭാഗം നേരെ ക്യാൻവാസിന് ചേർത്ത് മടക്കി ഒരടി കൊടുത്തു. അതുപോലെ 2 പീസ് വേണം നമുക്ക്. ഒരു പീസ് തുണി കൂടി മതി. ഇനി നമുക്കതിൻ്റെ കോളർ ഭാഗം വെച്ച് ഇതേപോലെ തന്നെ പതിച്ചടിച്ച് എടുക്കാം. വേറെ തുണി വേണം നമുക്കിനി. വേറെ തുണിയിലെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് ക്യാൻവാസിൻ്റെ ചവിട്ടിക്കൂടെ നമ്മൾ അതേ ഷേപ്പിൽ അടിച്ചു കൊടുക്കുക. നേരെയുള്ള ഭാഗം ഫ്രീ ആയിട്ടിടണം. അങ്ങനെ അടിച്ച് എടുത്ത് അതിൻ്റെ കൂടുതലുള്ള പീസ് തയ്യൽ തുമ്പിട്ട് വെട്ടിക്കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് മറയ്ക്കാം. അങ്ങനെ മറിച്ചെടുത്തു. 2 ഭാഗം അതുപോലെ നീറ്റായിട്ട് മറിച്ചെടുക്കണം. രണ്ട് ഭാഗവും മറിച്ചെടുത്തു. അങ്ങനെ കൊണ്ടുവന്ന് ക്ലിയർ ആക്കണം. ഇനി അതിൻ്റെ അറ്റഭാഗം ഒന്ന് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. അങ്ങനെ പതിച്ചടിക്കുക. അത് കഴിഞ്ഞു. ഇനി ക്യാൻവാസിൻ്റെ ചേര വെച്ച് ഒരടി കൊടുക്കാം. ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ നേരെ ഭാഗത്ത് ഒരടി കൊടുക്കുക. എന്നിട്ട് കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയാം. കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് നെക്ക് ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്യാം. കോളറിൻ്റെ സെൻറ്റർ കണ്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക. നോച്ചിട്ടു. ഇനി നമുക്ക് നെക്ക് ഭാഗം എടുത്ത് അതിനൊരു നോച്ചിട്ട് ഒറ്റ പീസും എടുത്ത് അതിനും ഷേപ്പ് കെട്ടി ഒരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു നെക്ക് ഭാഗം വെച്ച് അതിൻ്റെ മേലെ മറ്റൊരു കോളർ വെച്ച് അതിൻ്റെ മുകളിൽ നെക്ക് ഭാഗം വയ്ക്കുക. അങ്ങനെ നടുവിൽ കോളറായിരിക്കണം. നെക്ക് ഭാഗം മുകളിലും താഴെയും. അതിനെന്നിട്ട് അടിച്ചു കൊടുക്കാം. ആ ഷേപ്പിൽ ക്യാൻവാസിൽ കയറാതെ അടിച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ ചവിട്ടിക്കോട് ഇങ്ങനെ വെച്ച്
അടിക്കുക. സെൻറ്ററായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം നീണ്ടു വരും കേട്ടോ. അടിച്ച് എടുത്ത് അതിൻ്റെ തുമ്പ് ഭാഗം നമുക്കിനി മറിച്ചെടുക്കണം. ഇങ്ങനെ മറിച്ചെടുക്കുക. നമ്മുടെ കോളറ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതിനും ഒരു നോച്ചിട്ടു. എന്നിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കഴുത്തിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്ക്. നെക്കിനും അങ്ങനെ ഒരു മാർക്ക് ഇട്ടു. എന്നിട്ട് നല്ല ഭാഗത്തിൻ്റെ മുകളിലോ വെച്ച് സെൻറ്റർ നോക്കി അടിച്ച് പിടിപ്പിക്കാം. നെക്കും വെച്ചാണ് അടിക്കുന്നത് കേട്ടോ. നെക്കും വെച്ച് ആ ഫ്രീ ആയി കിടക്കുന്ന ഭാഗം, ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം വെച്ച് അടിച്ച് പിടിപ്പിക്കുക. സെൻറ്ററിൽ നിന്ന് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കുക. രണ്ട് ഭാഗം തുല്യമായിരിക്കണം, ഒപ്പായിരിക്കണം. കണ്ടോ? എന്നിട്ടത് മറിച്ചിടണം. ഇനി കണ്ട ഇങ്ങനെ മറിച്ച് വെച്ച് തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് ആക്കി ഒരടി കൊടുക്കാം. ഇനി അടിച്ചെടുക്കുക. എല്ലാ തയ്യൽത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകണം. ഇങ്ങനെ അടിച്ചെടുത്തു. കണ്ട. ഇനി അതിനെ നമുക്ക് ജോയിൻ്റ് ചെയ്ത നെക്ക് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ചുളിവൊക്കെ മാറി, ഇസ്തിരി ഇട്ട ചുളിവൊക്കെ മാറും. ഇസ്തിരി ഒന്നും ഇടാനും പറ്റാത്ത അവസ്ഥയാണ്. ഉണ്ടോ? അങ്ങനെ അടിച്ചെടുത്ത് ഇനി അതിൻ്റെ മേലെ കൂടെ ഒരടിയും കൂടിയും പാരലായിട്ട് അടിച്ചെടുക്കാം. കോളർ അടിക്കൽ കഴിഞ്ഞു. കണ്ട, ഇതാണ് ഷർട്ട്.